ഇങ്ങനൊന്നും പരിപാടി ചെയ്യാൻ പറ്റില്ല മോളെ. തുടങ്ങി. ഇത് കേട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വന്നില്ലെങ്കിൽ അത് തികച്ചും സാദൃശ്ചികം മാത്രമാണ്. ഇത് കേട്ട് നിങ്ങൾക്ക് പരിണാമ സിദ്ധാന്തം പോയി പഠിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പരിണമിച്ച് വരണം. ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും സാദൃശ്ചികം മാത്രം. യാദൃശ്ചികം അതാ പറഞ്ഞത്. ഇത് ശരിക്കും പിന്നെ എനിക്ക് എങ്ങനെ നല്ല ആങ്കർ ആകാൻ കഴിയാ? ഞാനില്ല ഈ പരിപാടിക്ക്. അല്ല എങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു കാര്യം ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഞാൻ പറയട്ടെ പറയേണ്ട കൊണ്ട് ഈ അങ്കപ്പുറത്തൊക്കെ പറയാൻ പറ്റും. എനിക്കൊന്നും അറിയില്ല. ചിരിച്ചാ പോലെ പറയൂട്ടേ. ഇന്ന് നമ്മൾ ഉപ്പാന്റെ അടുത്ത് കുറച്ച് ജെൻസി അബ്രീവിയേഷൻസ്, കുറച്ച് ജെൻ ആൽഫ ടേംസ് എല്ലാം അറിയോന്ന് ചോദിക്കാൻ പോവാണ്. ഉപ്പാക്ക് അറിയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അറിയോ ജെൻസി അബ്രീവിയേഷൻസും കുറച്ച് ജെൻ ആൽഫ ടേംസ് എല്ലാം നോക്കാം. എനിക്ക് വ്യക്തമായില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഫസ്റ്റ് വേർഡ് സ്ലേ. കേട്ടിട്ടുണ്ടോ? സ്ലേ കേട്ടിട്ടില്ല. ഇപ്പൊ കേൾക്കാണ്. സ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയാ അടിപൊളിയായിട്ട് ഭയങ്കര കോൺഫിഡൻസോടൊക്കെ ചെയ്യുമ്പോൾ പറയാം സ്ലേ ഗേൾ. അടുത്തത് കേട്ടിട്ടുണ്ടോ? ഡെലൂലു. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഡെലൂലു? ഞാൻ കേട്ടിട്ടുണ്ട്. സർവമയൽ. ഡെലൂലു ഇസ് ദി ഓൺലി സൊല്യൂഷൻ ആയിട്ട് അതൊന്നും അറിയില്ല. ഡെലൂലു കേട്ട്. ഡെലൂലു പറഞ്ഞാല് നമ്മളെന്താ പറയാ ഈ ഭയങ്കര ഡെലൂഷണൽ ആയിട്ട്, അതായത് ഈ നടക്കാത്ത കാര്യം നടക്കുമെന്ന് നമ്മളിങ്ങനെ വെറുതെ വിശ്വസിക്കണത്. അങ്ങനെ നടക്കാത്ത നടക്കുന്നത് വെറുതെ വിശ്വസിക്കുന്നത് ഡെലൂലു ആവാം. അല്ല, നമ്മള് ഒരു വഴിയില്ലാതെ കൊണ്ട് പറയും ഡെലൂലു ഇസ് ദി ഓൺലി സൊല്യൂഷൻ, അതാണ് ആകെ സൊല്യൂഷൻ. നമ്മളൊന്നും അങ്ങനൊന്നും പറയില്ല. ഓക്കെ, ഇനി നമ്മള് നല്ലൊരു ഫൺ ആയിട്ടുള്ള ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഓക്കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപ്പ് ആർക്കറിയാത്ത തൊപ്പി, തലയിലിടുന്ന തൊപ്പി. പിന്നെന്താ? കള്ളത്തരോ? ഞാനില്ല പരിപാടിക്ക്. ഈ ക്യാപ്പ് എന്ന് പറഞ്ഞ എല്ലാ മനുഷ്യന്മാരും ലോകത്തുള്ള എല്ലാവർക്കും അറിയാം തൊപ്പിയാണ്. അതാണ് നമ്മളെ കുട്ടി. എന്താ അങ്ങനെ അറിയണേ? നമ്മളെ കുട്ടി കള്ളത്തരാണ്. എന്താ കാരണം പറഞ്ഞുണ്ടോ? ഈ അങ്ങനെ പറഞ്ഞു പോയാൽ മതിയുള്ളത്. ഞാൻ മനസ്സിലാക്കിയ ക്യാപ്പ് പറഞ്ഞ തൊപ്പിയാണ്. അല്ലേ? ഞാൻ എന്റെ കൂടെ യോജിക്കുന്നു. പിന്നെന്താ? അല്ല എന്നാ ഈ പറയും എന്താണ് ക്യാപ്പ് പറഞ്ഞെന്താ? പറഞ്ഞോണ്ടാ അങ്ങനെ പറഞ്ഞാ പോരാ. ഞാൻ പഠിച്ച ക്യാപ്പ് പറഞ്ഞ തൊപ്പി. അയ്യേ ഞാനില്ല ഈ പറയില്ല എന്താന്നുള്ളത്. ഇനി കുറച്ച് ജെൻസി അബ്രിവിയേഷൻസ് നോക്കാം. ഓക്കെ, POV കേട്ടിട്ടുണ്ടോ? POV കേട്ടില്ല. പാസ് ചെയ്യോ? പാസ് ചെയ്തോ? പാസ് ചെയ്യോ? പോയിന്റ് ഓഫ് വ്യൂ. കറക്റ്റ് ആൻസർ. ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോ ക്യാമറമാൻ കേട്ടിട്ടുണ്ട്, അതാണ് എല്ലാം അറിയുന്നൊന്നല്ല. നെക്സ്റ്റ് FR എന്താണെന്നറിയോ? MRF കേട്ടിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബാറ്റിന്റെ പേരാ. ഒരു വലിയ ബ്രാൻഡ് കമ്പനി. നമുക്ക് ഇവിടെ ചെന്നിട്ടാലോ ഇതൊന്നും അറിയില്ല തോന്നുന്നുണ്ട്. എന്താ അറിയാത്ത മനുഷ്യന്മാർക്ക് കൂടെ ജീവിക്കണ്ടേ? ജീവിക്കണം. അല്ല ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ എന്നോട് അറിയില്ലാന്ന് അറിയാണ്ട് ഈ ഇപ്പൊ അവസാനിപ്പിക്കാറ്. പക്ഷെ ഈ അതിന്റെ ആൻസർ പറയുമ്പോ ഇത് ഉത്തരം പറയുമ്പോഴല്ലേ എനിക്ക് അറിയുള്ളൂ. പറയേ. റിയൽ. FR പറഞ്ഞാൽ ഫോർ റിയൽ, സത്യസന്ധമായിട്ട് ഓണസ്റ്റ്ലി എന്നൊക്കെ പറയുന്നത്. ഫോർ റിയൽ FR നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒബ്വിയസ്ലി. പൂക്കി കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പൂക്കിപ്പറമ്പ് ഒരു ബസ്സോടെ നടന്നു. കുറെ മനുഷ്യന്മാര്
പിന്നെ കത്തിയിട്ട് ബസ് കത്തിയിട്ട് വെന്ത് മരിച്ചു മലപ്പുറം ജില്ലയിൽ അല്ലേ? പൂക്കി. ഏ? പൂക്കി. പൂക്കി എനിക്കറിയില്ല. ഞാൻ പൂക്കിപ്പറമ്പ് പറഞ്ഞാൽ പൂക്കി എന്ന് പറയുമ്പോൾ എനിക്ക് പൂക്കിപ്പറമ്പ് ഓർമ്മയില്ല. കുറെ വർഷങ്ങൾ മുന്നേ ബസ് പിന്നെ തീപിടുത്തുണ്ടായിട്ട് കുറെ ആൾക്കാർ വെന്ത് മരിച്ചു. അത് പിന്നെ നമ്മുടെ കേരളത്തിൽ ആകെ നടിക്കൊരു സംഭവം. അത് ഇൻഫർമേഷൻ ആണ്, അതെടുക്കണം. Okay. We'll add this to the video. എന്റെ അടുത്ത് വന്നിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങനെ സംഭവം ഇൻഫർമേഷൻ ഓഫ് ദ എഡിറ്റർ നമ്മൾ ഇത് കട്ട് ചെയ്യരുത്. പക്ഷെ ഇതിന്റെ ഇത് പറയും പിന്നെ ഇതിന്റെ മീനിങ് പറഞ്ഞാൽ ക്യൂട്ട്, അഡോറബിൾ, ലവ്ലി എന്നൊക്കെ. സ്മാർട്ട്നെസ്. സ്മാർട്ട്നെസ് അല്ല, അവള് ക്യൂട്ടാണ്, വലിയ അഡോറബിൾ ആണ്, കുഞ്ഞുങ്ങളൊക്കെ ക്യൂട്ടാന്ന് പറയും. ചെറിയ കുട്ടികളൊക്കെ. ചെറിയ കുട്ടികളല്ല, നമ്മള് ആരെയും വിളിക്കാം അങ്ങനെ തോന്നുന്നത്. ഞാൻ കുറച്ച് വേറെ അബ്രിവേഷൻസ് നോക്കാം. NGL. NGL ഒരു സ്ഥലത്തും കേൾക്കാത്ത സാധനങ്ങളാണ് ഈ ചോദിക്കുന്നത്. ഒരു സ്ഥലത്തും കേൾക്കാത്ത ക്വസ്റ്റ്യൻസ്. നമ്മൾ കുട്ടികളെ കേൾക്കുന്നതാണ്. എന്താ പറഞ്ഞാ ഊഹിച്ചു നമ്മളോട് പറ്റും. NGL. NGL എഞ്ചിൻ ഓയിൽ. എഞ്ചിൻ എന്താണ്? NGL. NGL എന്ന് പറഞ്ഞാല് നാഷണൽ. ജി എന്ന് പറഞ്ഞാല് ജിയോഗ്രഫി. പിന്നെ NGL അല്ലേ, ലീഗൽ സർവീസ് സൊസൈറ്റി. പിന്നെ ഞാൻ എന്താ പറയണ്ടേ പറഞ്ഞെന്താ അല്ലെങ്കിൽ Not gonna lie. Not gonna lie. ഗുണഘോഷ്ട എന്ത്? Not gonna lie. നോട്ട് ഗുണനായോ പറഞ്ഞോണ്ടോ? Not gonna lie. നോട്ട് ഞാൻ കള്ളം പറയാൻ പോകുന്നില്ല, സത്യമായിട്ട് പറയാൻ പോകുന്ന. സത്യം തന്നെ പറയാലോ. അതങ്ങനെ പറഞ്ഞാ പോരെ. എനിക്കൊന്നും മനസ്സിലായില്ല അർത്ഥം. അതാണ് NGL. എനിക്കൊന്നും മനസ്സിലായില്ല. Not gonna lie. ഞാൻ കാര്യം പറയാലോ, ഞാൻ സത്യസന്ധമായിട്ട് പറയാം. നിങ്ങൾ ഇങ്ങനത്തെ മനുഷ്യനാണ് എന്ന് പറയില്ല നമ്മള്. അതന്നെ ഞാന് നിങ്ങളല്ല പറഞ്ഞത്. ജനറലി ISTG. STD, IST. ISTG. I എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ, S എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ്, പിന്നെ TG പറഞ്ഞാല് ടീനേജ്, പിന്നെ ജനറൽ കമ്പാർട്ട്മെന്റ്. ജനറൽ കമ്പാർട്ട്മെന്റിൽ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ കയറുമ്പോൾ പിന്നെ കുറച്ച് നല്ല രീതിയിൽ പെരുമാറ്റമൊക്കെ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവര് പറയിപ്പിക്കരുത്. നാളെ വളർന്നു വരുന്ന സമൂഹമാണ്, നാളെ വളർന്നു വരുന്ന കുട്ടികളാണ്. അപ്പൊ അവര് കുറച്ചും കൂടി മെച്ചറായിട്ട് സംസാരിക്കണം, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അങ്ങനെ മുന്നിലിരിക്കുന്ന ഇപ്പൊ ഞാൻ എന്റെ മുന്നിലിരിക്കുന്നുണ്ട്, എന്നോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. നിങ്ങളായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതി ചോദിക്കണം. അവിടെയാണ് കാര്യം നടക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ അവിടുന്ന് ഇങ്ങനെ പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുക, അവിടെ പുറത്തെന്തെങ്കിലും പിന്നെ നാക്കാലികളെ കെട്ടിയിട്ടുണ്ടോ അവിടെ ഇവിടെയൊക്കെ, അതിനെ പറ്റിയിട്ട് സംസാരിക്കുക. അതൊക്കെ നമുക്ക് മനസ്സിലായ രീതി സംസാരിക്കണം. സോറി, ഞാൻ വിഷയത്തിന് തന്നെ മാറി. അല്ല, സംഭവം ഞാൻ പറഞ്ഞാല് ഈ പറയുന്നത് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുക. ഇനി നമുക്ക് എഡിറ്ററിന്റെ അടുത്തും ക്യാമറമാനും രണ്ടും ഒരാളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിന്റെ ഞാൻ പറയില്ല. അങ്ങനത്തെ ചോദിക്ക്, പറയാൻ പറ്റുന്ന ചോദിക്ക്. എനിക്ക് പറയാൻ കഴിയുന്ന എഡിറ്ററിന്റെ അടുത്ത്, ക്യാമറമാന്റെ അടുത്ത് ISTGന്റെ ഫുൾ ഫോം എന്താ പറയുക? ഇപ്പം പറഞ്ഞ ഇന്റർനാഷണൽ അല്ല, അതേ പറഞ്ഞ STD IST എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് just make up something. ISTG അതല്ലേ നിങ്ങൾ എടുത്ത് വെച്ചേ? അതന്നെ ഇന്റർനാഷണൽ അല്ല, അല്ലാണ്ട് ഇന്ത്യൻ ജീവിച്ചിട്ടുണ്ടോ? അറിയില്ല. ഇല്ല, തെറ്റ് പറഞ്ഞ് ഞാൻ നാളം കെടാനില്ല. അല്ല, മലയാളിയാണോ? I swear to God. പടച്ചോനാണ് നമ്മൾ പറയുന്നത്. നമ്മളെ സ്റ്റോക്ക് തീർന്നിനെ
ഈ സ്റ്റോക്കിലുള്ള ഒന്ന് അറിയുന്ന രീതിയിലൊന്ന് ചോദിക്കും. എന്തിനാ പിടിച്ചിക്കാൻ? ഒരെണ്ണെങ്കിലും പറയണമെന്നുണ്ട്. ഒപ്പ് എന്താന്നറിയോ? ഒപ്പ് അറിഞ്ഞില്ലെങ്കില് ഒപ്പ് എന്ന് പറഞ്ഞത് സൈനാണോ? ഒപ്പോണ് OPP യാ? നേരത്തെ പറഞ്ഞ ഞാനെന്തോ സംഭവം ഉണ്ടെങ്കിലോ ഒപ്പോണെന്തോ ഒപ്പോണന്റ് ആണോ? ആ ഏ? ആ ഞാൻ തന്നെ കഴിയില്ല. നീ നിർത്താ ഒന്ന് ഒരെണ്ണെങ്കിലും പറഞ്ഞു. പറഞ്ഞില്ല. ഞാൻ ഒരെണ്ണം പറഞ്ഞില്ലേ? ഒരെണ്ണം പറഞ്ഞേ. നമ്മള് 16 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഒപ്പോണന്റ്. യെസ്. നിങ്ങൾക്ക് എന്താ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓഡിയൻസിനോട് പിന്നെ നമ്മള് ഒരു കാര്യം ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മളെ മുന്നിലിരിക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് പിന്നെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന മനുഷ്യന്മാരായിരിക്കും. പക്ഷെ ആ ചോദിക്കുന്ന ചോദ്യം പിന്നെ മനസ്സിലാവുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും മുന്നിലിരിക്കുന്ന ആൾക്ക്. അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ഒന്നും മാറ്റം വരുത്തണം. അതേ പറയണം. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും സാദൃശ്യം മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇത് കുറെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒന്നുകൂടി. സോ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആദ്യം തന്നെ പരിണാമ സിദ്ധാന്തം പോയി പഠിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പരിണമിച്ച് വരണം. അതാ എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും സാദൃശ്യം മാത്രം. യാദൃശികം. അതാ ഞാൻ പറഞ്ഞത്. യാദൃശ്ചികം മാത്രമാണ്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ പറയാൻ? കാര്യമായിട്ടൊന്നുമില്ല. നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക. വേറെ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഹി ate the interview ഇല്ലല്ലോ, the challenge. തിന്നോ? He ate the interview. അതും ഒരു സ്ലാങ് ആണ്. അത് അറിയുന്ന ആൾക്കാർ താഴെ കമന്റ് ചെയ്യാം അതെന്താണ്. സോ നമ്മളെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇത്രക്കും അടിപൊളിയാക്കാൻ ഈ പരിപാടിന്റെ അവസാനോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് മനസ്സിലായത് ഐ ഹേറ്റ് യു എന്ന് എന്നോട് പറഞ്ഞിരിക്കുക. എനിക്കതാ തോന്നുന്നത്. ഞാൻ എന്തുകൊണ്ട് അവള് പറഞ്ഞിട്ടുണ്ടാവുക? ഈ പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഐ ഹേറ്റ് യു എന്ന് ലാസ്റ്റ് അറിയാതെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ തന്നെ ഇത്രയും അടിപൊളി ആക്കാൻ വേണ്ടിട്ട് നമുക്ക് നമ്മളെ ഉപ്പാനെ നമുക്ക് കിട്ടി ചീഫ് ഗസ്റ്റ് ആയിട്ട്. അപ്പൊ ഈ വീഡിയോ ഒരുപാട് പേര് കാണട്ടെ. കാണുന്നവരെല്ലാരും നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങളെ വീട്ടിലും ഇതുപോലൊരു മില്ലേനിയൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചോദിക്കാം. എനിക്ക് എന്ത് പറഞ്ഞു ആൻസർ പറഞ്ഞു എന്നൊക്കെ കമന്റ് ചെയ്യുക. അതിന് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ ചാനലാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാം. കുട്ടി ഒരു കാര്യം പറഞ്ഞാണ്. അപ്പം വേണ്ട രീതിയിൽ നിങ്ങൾ എല്ലാവരും ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവണം. നിങ്ങളുടെ ഇടപെടലാണ് നമ്മളെ മുന്നോട്ടുള്ള ശക്തി. ഓക്കെ, ലൈൻ കട്ട്.